ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ, അപ്പം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള മാങ്ങയാണെങ്കിൽ ഐസ്ക്രീമിന് നല്ല കളറുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 1/2 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് അധികം നാരുള്ള മാങ്ങ എടുക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ പുളിയുള്ള മാങ്ങ എടുക്കരുത്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പുളിയുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ മാങ്ങ മുഴുവനായിട്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിലും മാറ്റി വയ്ക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കാതെ ഇതിനെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കുക. നല്ല തണുത്ത ബൗളാണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റൻഡ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നവരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഓവർ വിപ്പ് ചെയ്തെടുക്കരുത്. അതിൻ്റെ ആ ഒരു സ്റ്റിഫ് പീക്ക് വരുന്ന ആ ഒരു പരുവം വരെ മാത്രം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി മധുരമുള്ള ക്രീമാണ് എങ്കിലും അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പഞ്ചസാര പൊടിച്ചതും ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാംഗോ പ്യൂരി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്താലും മതി. ഇനി മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അന്നേരം ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം 1.5 കപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പ്യൂരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കൊക്കെ ഫോൾഡ് ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ക്രീം മുഴുവനായിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് മാംഗോ പ്യൂരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി. മാംഗോ പ്യൂരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കണം. ആ ക്രീമിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ആക്കുന്ന സമയത്ത് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിലായിട്ട് ഐസ് പാട പോലെ പിടിച്ച് വരും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കവർ ചെയ്തെടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ വേണം ഇത് ഫ്രീസ് ചെയ്തെടുക്കാൻ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.
ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുൻപെങ്കിലും ഇതൊന്ന് പുറത്തെടുത്ത് വെക്കണം, എന്നാലേ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണോ സ്കൂപ്പറോ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.